ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് ക്ലൗഡ് 9 ആണ്. ക്ലൗഡ് 9ലെ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഇല്ല. നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ചെയ്യുന്നതായിരിക്കും, ഫുള്ളായി കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലൗഡ് 9 എന്നുള്ളതാണ് യൂണിറ്റിൻ്റെ പേര് വരുന്നത്. അതിൽ നിങ്ങൾക്ക് മഹാത്മാഗാന്ധി, ഗബ്രിയൽ ഗാർസിയ മാർക്വസ്, റാൽഫ് വാൾഡോ എമേഴ്സൺ, ആലീസ് വാക്കർ ഇവരുടെയൊക്കെ കോട്ടിങ്സ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്നുള്ളത് ഒരു സ്റ്റോറിയാണ്. അപ്പം അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെയ്ഡ് ഹെർ മദർ ലെറ്റ് ടോട്ടോ ചാൻ ഗോ ഫോർ ദ ട്രിപ്പ്? ആൻസർ: ടോട്ടോ ചാൻസ് മദർ had already got the headmaster's letter and decided to let Toto Chan go for the trip. അപ്പോൾ ടോട്ടോ ചാൻ്റെ അമ്മയ്ക്ക് ഹെഡ് മാസ്റ്ററിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് പ്രകാരമാണ് ട്രിപ്പിന് വിടാൻ സമ്മതിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചിൽഡ്രൻ were amazingly well behaved. Why? Answer: the headmaster told the children that they were traveling by train and by ship and he did not want any of them to get lost. The children understood the instruction and were amazingly well behaved. Okay. അപ്പോൾ ഹെഡ് മാസ്റ്റർ കുട്ടികൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു അല്ലേ? എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? ഹെഡ് മാസ്റ്റർ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേ വർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. അവർ പോകുന്നത് എന്തിലാണ്? ട്രെയിനിലും ഷിപ്പിലും ആയിരിക്കും. ആൻഡ് ഹി ഡിഡ് നോട്ട് വാണ്ട് എനി ഓഫ് ദം ടു ഗെറ്റ് ലോസ്റ്റ്. ദി ചിൽഡ്രൻ അണ്ടർസ്റ്റുഡ് ദി ഇൻസ്ട്രക്ഷൻ. അതായത് അവർ പോകുന്നത് ട്രെയിനിലും ഷിപ്പിലും ആയതുകൊണ്ട് തന്നെ ആരും മിസ്സാവരുത്, അതൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? പ്രിൻസിപ്പൾ പറഞ്ഞത് അണ്ടർസ്റ്റുഡ് ചെയ്തു. അവരെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു. നെക്സ്റ്റ്. വാട്ട് were the values cultivated by the students at Tomo? The school life had instilled into them the basic of decency and good behavior. They never bullied others, never took to unruly behavior, picked up litter wherever they found it, and never annoyed or disturbed others. ഓക്കെ, അപ്പോൾ ടോമോയിലെ സ്റ്റുഡൻസ് എന്തൊക്കെ നല്ല ക്വാളിറ്റീസ്, അവരുടെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. അവർ ഡീസൻസി ആൻഡ് ഗുഡ് ബിഹേവിയർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മറ്റുള്ളവരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഒരു അൺറൂളി ബിഹേവിയറിലേക്ക് പോയില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ശല്യം ചെയ്തില്ല. അങ്ങനെയുള്ളതൊക്കെയാണ് നല്ല ക്വാളിറ്റീസ് വരുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. അടുത്തത് 4. The hot spring in the sea was most unusual. Why? The hot spring in the sea was not enclosed, so there was no line separating the hot spring from the rest of the sea. If you crouched down the hot spring, the hot water came up to your neck. So the hot spring in the sea was most unusual. Okay, അടുത്ത question answer. How was the stay at the spa a real life experience for the children? Answer. The children bathed in the hot spring in the sea. There was a forest full of cicadas and a shop where they could buy popsicles. And they met a man on the beach who was building a big wooden boat. So the stay at the spa was a real life experience for the children. Next. 6ാമത്തെ question. Why did the photo session take a very long time? Answer. When the headmaster was ready with his camera, someone went to the toilet. Someone had to change his gym shoes and 1 or 2 children lay on the ground because of tired. It was a big problem getting everyone ready for the photograph, so the photo session took a very long time. 7th. Toto Chan never forget the first summer vacation. Comment. Toto Chan first summer vacation മറക്കാനാവാത്തതായിരുന്നു. എന്തുകൊണ്ടാണെന്ന് കമൻറ്റ് ചെയ്യണം. Their photograph with the sea in the background became a treasured possession for each of them. When they look at it, the memories of swimming in the hot spring and staying in the spa will flood back. So Toto Chan never forget that first happy summer vacation. ഇനി നമുക്ക് വരുന്നത് ആക്ടിവിറ്റീസ് ആണ്.
ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ദ ട്രിപ്പ് ലാസ്റ്റഡ് 3 days and 2 nights. അപ്പോൾ 3 ദിവസവും 2 രാത്രികളുമായിരുന്നു അവരുടെ ആ ട്രിപ്പ്. മേക്ക് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ടോമോ സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ ട്രിപ്പ്. എന്തൊക്കെ ചെയ്തു ആ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ്, ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്, pulled out and poked their hands into everything, reveled in the unusual hot spring sea bathing, took turns telling ghost stories, swam about in the sea, buy popsicles, took a photograph of all of them together. ഇത് ഓർഡറിൽ തന്നെ വരുന്നതാണ്. നെക്സ്റ്റ്, യു മൈറ്റ് ഹാവ് ഗോൺ ഓൺ എ ടൂർ ഫ്രം സ്കൂൾ ഓർ വിത്ത് യുവർ ഫാമിലി. മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ ടൂർ. നിങ്ങളും ഇതുപോലെ ടൂർ പോയിട്ടുണ്ടാവും, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയോ സ്കൂളിൽ നിന്നോ. നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങളൊരു ലിസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ട്രാവൽഡ് ബൈ ബസ് വിത്ത് മൈ ഫാമിലി, വിസിറ്റഡ് എ വാട്ടർഫാൾ, എൻജോയ്ഡ് ഷോപ്പിംഗ്, took many photographs with family. ഇനി ആക്ടിവിറ്റി 2 ആണ്. റീഅറേഞ്ച് ദി ഫോളോവിങ് ഇവൻറ്റ്സ് ഓഫ് ദ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പിന് കറക്റ്റ് ഓർഡറിലേക്ക് ആക്കാനാണ് തന്നിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് ആയത് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആദ്യത്തെ, ദ ചിൽഡ്രൻ അസംബിൾഡ് അറ്റ് ദ സ്കൂൾ ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേ ബിഫോർ സെറ്റിംഗ് ഓഫ്. 2, ദ ഹെഡ് മാസ്റ്റർ ഗേവ് സം ഇൻസ്ട്രക്ഷൻ ടു ദി ചിൽഡ്രൻ ബിഫോർ ഗോയിങ് ടു ദ സീ. 3, they embarked on a ship. 4, the sea became rough and Toto-chan and some others began to feel ill. 5, after a short rest, the teachers took the children down to the sea. 6, the children enjoyed this unusual hot spring sea bathing to the utmost. 7, the man who was building a boat gave Toto-chan a very long and curly wood shaving. 8, the children were excited at the photo session. ഇനി ആക്ടിവിറ്റി 3 ആണ്. Mom, may I go for the trip? She asked hesitantly. What would be the likely conversation between the mother and the daughter thereafter? അപ്പോൾ അമ്മയും ഡോട്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ വേണം നമുക്ക് നോക്കാം. Toto-chan, may I go for the trip? Mother, hot spring trip? You are quite young, aren't you? അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ് പോട്ടേന്ന്. അപ്പം നീ പോണോ എന്നുള്ള ഒരു ഡൗട്ട് അമ്മ ചോദിക്കുന്നു. Toto-chan പറയുകയാണ്, യെസ് മോം, ഐ റിയലി വാണ്ട് ടു സീ ദ ഹോട്ട് സ്പ്രിങ്സ്. ഓൾ മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ്. എനിക്ക് കാണണം, എല്ലാ ഫ്രണ്ട്സും പോകുന്നുണ്ട്. സോറി. അപ്പോൾ മദർ പറയും, ഐ നോ സ്വീറ്റ് ഹേർട്ട്, ബട്ട് യു ക്യാൻ ഗോ ഫോർ ദ ട്രിപ്പ്. Toto-chan, ഓ റിയലി, ഐ എം സോ ഹാപ്പി. ശരി പൊക്കോളൂ പറയുമ്പോൾ സോ ഹാപ്പി പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മദർ പറയും, യുവർ ഹെഡ് മാസ്റ്റർ ഓൾറെഡി സെൻറ്റ് എ ലെറ്റർ അബൌട്ട് ദ ട്രിപ്പ്. നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ ട്രിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലെറ്റർ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ Toto-chan പറയും, ദാറ്റ് ഇസ് ഗ്രേറ്റ്. നെക്സ്റ്റ്, Toto-chan, യെസ് മോം, ഐ റിയലി വാണ്ട് ടു സീ ദ ഹോട്ട് സ്പ്രിംഗ്. ഒരു മിനിറ്റ്. ഇത് അതിൽ ഞാൻ വായിച്ചതാണ്, ഇതുവരെ വായിച്ചതാണ്. നെക്സ്റ്റ്, മദർ, ഗോ ആൻഡ് എൻജോയ് യുവർ ട്രിപ്പ് വിത്ത് യുവർ ഫ്രണ്ട്സ് ബട്ട് ബി കെയർഫുൾ. ഇത് അപ്പുറത്ത് പറഞ്ഞതാണ് കേട്ടോ, ഇത് വേണ്ട, നേരത്തെ വായിച്ചതായതുകൊണ്ടാണ്. Toto-chan പറയും, യെസ് മോം, ഐ വിൽ മേക്ക് ഷുവർ ടു സ്റ്റേ ക്ലോസ് ടു ദ ഗ്രൂപ്പ് ആൻഡ് ലിസൺ ടു ദ ടീച്ചേഴ്സ്. മദർ, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു കോൾ മീ. എന്നെ വിളിക്കാൻ മറക്കരുത്. അപ്പോൾ Toto-chan പറയും, ഐ വിൽ മോം, താങ്ക് യു സോ മച്ച്. മദർ, ഐ ലവ് യു ഡിയർ, ഹാവ് എ വണ്ടർഫുൾ ടൈം. Toto-chan, ലവ് യു ടു മോം. നെക്സ്റ്റ്, ആക്ടിവിറ്റി 4 ആണ്. ആക്ടിവിറ്റി 4ൽ നമ്മൾ Toto-chan had an intense desire to join the school tour to the hot spring. She came home from school one day and asked her mother, may I go for the trip? Have you had such an experience seeking permission from your parents, teachers, friends to get or do something? How do you seek permission? നമ്മൾക്കും ഇതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ Toto-chan ചോദിച്ച പോലെ. അപ്പോൾ ചിലപ്പോൾ വേസ്റ്റ് ടു ഗീവ്, ചിലപ്പോൾ പെർമിഷൻ കിട്ടും, ചിലപ്പോൾ പെർമിഷൻ കിട്ടില്ല, റെഫ്യൂസ് ചെയ്യും അല്ലേ. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ പറയുന്ന സിറ്റുവേഷൻസും പോണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻസും ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ്, ഷുവർ, നോ പ്രോബ്ലം, സെർട്ടൈൻലി, അബ്സല്യൂട്ട്ലി. ഇത് നമുക്ക് ആ പെർമിഷൻ കിട്ടുന്നതാണ്. ഇനി കിട്ടുന്നില്ല, നമ്മളെ പോണ്ട പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? സോറി, നോ, പ്ലീസ് ഡോണ്ട്, ഐ എം അഫ്രൈഡ്, യു കാൺട്ട്, ദാറ്റ്സ് നോട്ട് പോസിബിൾ, അൺഫോർച്ചുനേറ്റ്ലി, ദാറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. ഓക്കെ. അടുത്തത് നമ്മൾ ഇമാജിൻ ദാറ്റ് യു ആർ അറ്റ് എ ഫെസ്റ്റിവൽ, വാട്ടർ തീം പാർക്ക്, എക്സിബിഷൻ ഗ്രൗണ്ട്, യു മീറ്റ് യുവർ ഫ്രണ്ട്സ് ദർ, കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളൊരു ഫെസ്റ്റിവലിലാണ്, അല്ലെങ്കിൽ ഒരു വാട്ടർ തീം പാർക്കിലാണ്, അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിലാണ്.
നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുകയാണ്. അപ്പോൾ സീക്കിംഗ് പെർമിഷൻ ഫ്രം ഹൂം റെസ്പോൺസും വേണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ അവർ തന്നിട്ടുണ്ട്, ക്യാൻ ഐ കീപ് മൈ ബാഗേജ് ഹിയർ, ഞാൻ എൻ്റെ ബാഗേജ് ഇവിടെ വെച്ചോട്ടെ. അപ്പോൾ ഫ്രം ഹൂം, നമ്മൾ ആരിൽ നിന്നാണ് പെർമിഷൻ എടുക്കുന്നത്? നമ്മൾ ക്ലോക്ക് റൂമിലൊക്കെയാണല്ലേ ബാഗ് വെക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോണ സമയത്ത് നമ്മുടെ തിങ്സ് ഒന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ എന്ത് ചെയ്യും, ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് പോകും, നമ്മുടെ ചെരുപ്പുകൾ, നമ്മുടെ ബാഗൊക്കെ, മൊബൈലൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആരോട് പെർമിഷൻ ചോദിക്കണം ബാഗ് വെക്കാൻ? ക്ലോക്ക് റൂം കീപ്പറിൻ്റെ അടുത്ത്. അപ്പോൾ റെസ്പോൺസ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് യു ക്യാൻ. നമ്മൾ ചോദിച്ചാൽ ആ ചെയ്യൂ, വെക്കൂ പറയും. അടുത്തത് മേ ഐ ടേക്ക് ദ ടിക്കറ്റ് എടുക്കട്ടെ? ആരോട് ചോദിക്കുക? ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കുന്നു, റെസ്പോൺസ് എന്തായിരിക്കും? യെസ് ഷുവർ. അടുത്തത് മേ ഐ ഗോ ടു ദ വാട്ടർ റൈഡ്, ഞാൻ വാട്ടർ റൈഡിന് പൊക്കോട്ടെ? ആരോടാണ് ചോദ്യം? ടീച്ചറിനോട് ചോദിക്കുന്നു. അപ്പോൾ റെസ്പോൺസ് ടീച്ചർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? യെസ് ഓഫ് കോഴ്സ്, പൊക്കോളൂ പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ. ഇനി യു ക്യാൻ സീക്ക് പെർമിഷൻ മോർ പൊളൈറ്റ്ലി യൂസിങ് പ്ലീസ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെയൊക്കെ നമുക്ക് പെർമിഷൻ ചോദിക്കാം? കുറച്ചുകൂടി പൊളൈറ്റായിട്ട് അല്ലേ. പൊളൈറ്റായിട്ട് ചോദിക്കുന്നത് എങ്ങനെയൊക്കെയാ വെച്ചാൽ ഇതുപോലെ ചേർത്തുക. ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ പ്ലീസ്? പ്ലീസ് ചേർത്തു അല്ലേ. ഫ്രണ്ടിനോടാണ് ചോദ്യം, ഫ്രണ്ട് എന്ത് പറഞ്ഞു കാണാം? അഫ് കോഴ്സ് ആൻസർ അല്ലേ. അടുത്തത് മേ ഐ ഗോ ടു പ്ലേ ഔട്ട്സൈഡ് പ്ലീസ്? മദറിനോട് അല്ലേ, ഞാൻ പുറത്ത് പോയി കളിച്ചോട്ടെ? പ്ലീസ് പറഞ്ഞാൽ യെസ് യു ക്യാൻ, നീ പൊക്കോളൂ പറയും. അടുത്തത് മേ ഐ ടേക്ക് യുവർ ബുക്ക് പ്ലീസ്? ഫ്രണ്ടിനോട് ഷുവർ എന്ന് ആൻസർ പറയും. ക്യാൻ ഐ റൈഡ് ദ ബൈസൈക്കിൾ പ്ലീസ്? ഞാൻ ഈ സൈക്കിൾ ഓടിച്ചോട്ടെ? അപ്പോൾ ഫാദറിനോട് യെസ് യു ക്യാൻ, ഓടിച്ചോളൂ എന്ന് പറയും. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. നമുക്കൊരു പാരഗ്രാഫ് വായിക്കാൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ നോക്കാം. ദ എക്സൈറ്റഡ് സ്റ്റുഡൻസ് ബിസീഡ് ദംസെൽസ് ബിഫോർ ദ ഫോട്ടോ സെഷൻ. ക്യാൻ യു ഇമാജിൻ ആൻഡ് റൈറ്റ് സം ഓഫ് തിങ്സ് ദേ മൈറ്റ് ഹാവ് ഡൺ? അപ്പോൾ ആ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് കുട്ടികൾ ബിസീഡ് ഹറിബറിയാണ് അല്ലേ, തിരക്ക് കൂട്ടുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവാം? എ സ്റ്റുഡൻറ്റ് ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്, സം സ്റ്റുഡൻസ് കോംബ്ഡ് ദെയർ ഹെയർ, കുട്ടികൾ വാഷ്റൂം ടോയ്ലറ്റ് യൂസ് ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മുടി ചീകുന്നുണ്ട്. സം സ്റ്റുഡൻസ് പ്രാക്ടീസ് ദെയർ ബെസ്റ്റ് സ്മൈൽസ് ആൻഡ് പോസസ്, ചിലർ എങ്ങനെ ചിരിക്കണം, എങ്ങനെ പോസ് ചെയ്യണം എന്നൊക്കെ ചെയ്യുന്നുണ്ടാവും. ഫോട്ടോ സെഷന് മുമ്പാണ് കേട്ടോ, ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. സം സ്റ്റുഡൻസ് അഡ്ജസ്റ്റഡ് ദെയർ യൂണിഫോം, ചില കുട്ടികൾ അവരുടെ യൂണിഫോം ഒക്കെ കറക്റ്റ് ആക്കുന്നു. സം സ്റ്റുഡൻസ് വിസ്പേർഡ് ആൻഡ് ജിഗ്ഗഡ് എക്സൈറ്റഡ്ലി വിത്ത് ദെയർ ഫ്രണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. നമുക്ക് റൈറ്റ് ദ തോട്ട്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹർ മൈൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ടത് എന്താണ്? തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. ടോട്ടോചാൻ്റെ തന്നെയാണ്. അപ്പോൾ ടോട്ടോചാൻ്റെ തോട്ട്സ് വായിക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഇവിടെ കുറച്ച് അവർ തന്നിട്ടുണ്ട്. താങ്ക്സ് മോം, യു ആർ സച്ച് എ ലവ്ലി മോം ടു സെൻഡ് മീ ഫോർ ദ ട്രിപ്പ്. വാട്ട് വുഡ് ദ ട്രിപ്പ് ബി ലൈക്ക്? വാട്ട് സ്പെഷ്യൽ ഫുഡ് വിൽ മൈ ഫ്രണ്ട്സ് ബ്രിങ്? ആൻസർ. അപ്പോൾ അതിൽ കുറച്ച് തന്നിട്ടുണ്ട്, ബാക്കി ഇത് വരെയാണ് അവർ തന്നിരിക്കുന്നത്. Will I make new friends? What if I forget something important? I hope the weather is perfect. I can't wait to explore and see the hot springs. Will I get to see any interesting animals? I need to remember to take lots of pictures to show mom. I hope I don't miss home too much. Next, activity 7 ആണ്. ടോട്ടോച്ചാൻ്റെ ഡയറി ആണ്. അപ്പോൾ ഒരു ഡേറ്റ് കൊടുക്കുക ഇഷ്ടമുള്ളത്. ഐ ക്യാൻ നെവർ ഫർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ടുഡേ വാസ് ദ ബെസ്റ്റ് സമ്മർ വെക്കേഷൻ എവർ. വി വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിങ്സ്. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ സാങ് സോങ്സ് ആൻഡ് ഏറ്റ് സ്നാക്സ് ഓൺ ദ ബസ്. The hot springs were amazing. The water was warm and we had so much fun playing games. We also took a group photo. It's a picture I will always remember. I am very thankful to my mom for letting me go on this trip. I felt so happy every night. This vacation will always be special to me. Love, Toto-chan. അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. അവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതിനെ തുടർന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആ കോൺവെർസേഷൻ വായിക്കുക. അതിനെ തുടർന്ന് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാം. Compare the responses in the above conversation with the one in bold letters in the following paragraph. അപ്പോൾ അതിൽ ബോൾഡ് ലെറ്റേഴ്സിൽ തന്നത് കമ്പയർ ചെയ്യണം. Now then, said the headmaster when they had all assembled to start the trip. We are all traveling by train and by ship and I don't want any of you to get lost. Do you understand? All right, off we go. Here are 2 more sentences of the same type. അപ്പോൾ അതേപോലെ വരുന്ന 2 sentences ആണ്. The Prime Minister is coming tomorrow. My friend is getting married next month. In the above sentences, ing is used to talk about something that is planned for the future. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ നമ്മൾ ing ഉപയോഗിക്കുന്നുണ്ട്.
മെൻഷൻ സം ഓഫ് ദ തിങ്സ് യു പ്ലാൻ ഡു ഡ്യൂറിങ് ദ നെക്സ്റ്റ് വെക്കേഷൻ. അങ്ങനെ അടുത്ത വെക്കേഷനിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഈ ING ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയത് എഴുതാം കേട്ടോ. I am joining the football coaching camp beginning on 10th April. I am visiting my grandparents in their village. I am learning to play the guitar. I am going on a picnic with my family. I am volunteering at the local animal shelter. I am attending a cooking class. I am planning a movie marathon with my friends. അടുത്തത് ആക്ടിവിറ്റി 9 ആണ്. നമുക്ക് കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. സിറ്റുവേഷൻ, റെസ്പോൺസ്, യൂസേജ് നോക്കാം. It was so funny. Response: they couldn't control themselves from laughing though they were seasick. Usage: they couldn't help laughing. Adutha situation: he was very tired. Response: I felt sympathy towards him. Usage: they were in a secret conversation. Situation: the film was boring to me. Response: but my friend liked it. Usage: so I couldn't help staying to watch till the end. Situation: I couldn't help supporting him. Response: I didn't want to hear it but I couldn't leave. Usage: I couldn't help overhearing what they were saying. Situation: the authorities introduced a new rule. Response: it was not acceptable to us. Usage: we couldn't help questioning it. Next activity 10 ആണ്. Read the following profile ആണ്. ഇവിടെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്, നമ്മുടെ ഈ ഓതറിൻ്റെ ആണ്, ടെറ്റ്സുഗോ കുറോയനാഗി എന്ന. എങ്ങനെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ പ്രൊനൗൺസ് ചെയ്യൂ. ദെൻ അവരുടെ എന്ത് തന്നിട്ടുണ്ട്, പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഫില്ല് ചെയ്യാനും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ജപ്പാനീസ് റൈറ്റർ ടെറ്റ്സുഗോ കുറോയാനാഗി വാസ് ബോൺ ഓൺ. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ആക്ച്വലി ഒരു മിനിറ്റ്, ഇതാണ് വാസ്. ഈ ബ്ലൂ ലെറ്റേഴ്സിൽ എഴുതിയതാണ് ആൻസേഴ്സ് വരിക. വാസ് ബോൺ ഓൺ August 9, 1933 in Tokyo. She was born to Moritsuna Kuroyanagi and Sho Kuroyanagi. She completed her education in Keio University and Tokyo College of Music. She is an actress and a television personality. She is the Goodwill Ambassador for UNICEF. She got many awards like Global Leadership for Children Award and Japanese Cultural Broadcasting Award, which is the highest television honor in Japan. Her masterpiece Totosha and the Little Girl at the Window went on to sell over 8 million copies. അപ്പോൾ ഇത്രയാണ് ഇതിൽ ആക്ടിവിറ്റീസ് വരിക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കുറച്ച് സ്പീഡിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. നിങ്ങൾ സ്പീഡ് കുറച്ച് കാണാൻ ശ്രമിക്കുക. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.